ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ കേസ് ചാനൽ. പനിയൊക്കെ ഒന്ന് മാറി തൊണ്ടയൊക്കെ ഒന്ന് ശരിയായി വരണേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മൾ 3 ടൈപ്പ് ഓഫ് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോണത്. കൊഴുക്കട്ട പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഒരു 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക. നമ്മളിന്ന് ഗോതമ്പ് വെച്ചിട്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിലേക്ക് നോർമൽ വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഒരു പാനിൽ നമ്മൾ ഒരു 5 പീസ് വെല്ലം ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം. ഓക്കെ, അതിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് അലിയിപ്പിക്കുക. ഒരു 12 ഏലക്ക എടുത്ത് പൊടിച്ച് വെക്കുക കേട്ടോ. പഞ്ചസാര പാകമൊക്കെ റെഡിയായി. അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അരമൂടി നാളികേരം ചിരകി വെച്ചതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇതുണ്ടോ, പാത്രത്തിലൊന്നും സ്റ്റിക്ക് ചെയ്യാതെ വരുന്നു. ഈ സമയത്ത് നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിനിപ്പോൾ 1 നൂൽ പ്രായം അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നല്ലോണം മൂത്ത് വരണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പാകമൊക്കെ ഇതാ നല്ലോണം മൂത്തു. അതെന്താ ഒരു സ്മെല്ലായിരിക്കും അറിയോ, വീട് മൊത്തം നല്ല വാസനയായിരിക്കും. അപ്പോൾ കയ്യിൽ ഇത്തിരി നെയ്യോ എണ്ണയോ തേച്ച് കൊടുത്തിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഒന്ന് തണുക്കണം കേട്ടോ. ചൂടോടെ ചെയ്താൽ കൈ പൊള്ളുവേ. എന്നിട്ട് അതിനെ ഉരുട്ടി നമ്മൾ ചെറിയ ഉരുളകളാക്കി വെക്കണം. കുഴച്ച് വെച്ച ഗോതമ്പ് മാവിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അതിലേക്ക് ആ പൂർണ്ണം, അതായത് വെല്ലവും തേങ്ങയൊക്കെ കൂടി കുഴച്ച് വെച്ചില്ലേ, അതിന് പൂർണ്ണം എന്നാണ് പറയണത് കേട്ടോ. സോ അതിന് ഉള്ളിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒരു ഉരുള. ഇത് നിങ്ങൾക്ക് ഈ ഷേപ്പ് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ വട്ടത്തിലുള്ള ഷേപ്പാണ്, റൗണ്ടാണ് ഉണ്ടാക്കണം. ഓക്കെ, നിങ്ങൾക്കത് ഏത് ഷേപ്പ് വേണമെങ്കിൽ വെക്കാം. എന്നിട്ട് നമ്മളതിനെ എല്ലാം ഉണ്ടാക്കി സ്റ്റീമറിൽ വെക്കുക. സോ ഇപ്പോൾ ഒരു അടിപൊളി ഗോതമ്പ് കൊഴുക്കട്ട തയ്യാറാണ്. ഇനി അടുത്ത വീഡിയോ നോക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ വീഡിയോയിലേക്ക് നോക്കാം. നമ്മൾ 1 കപ്പ് അരിപ്പൊടി എടുത്ത് കൊടുക്കുക കേട്ടോ. അത് വന്ന് ഇടിയപ്പം, ആപ്പം ഉണ്ടാക്കണ പൊടി എടുത്താൽ മതി. ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞ് 1 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തണുക്കുക അപ്പോഴേക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായി അതിനെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഗോതമ്പിൽ ചെയ്ത അതേ പ്രോസസ്സാണ് കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണ്, 1 ഉരുള കയ്യിൽ നെയ്യോ എണ്ണയോ തേക്കുക, 1 ഉരുള മാവ് എടുക്കുക, കയ്യിൽ ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആ പൂർണ്ണം തേങ്ങയും വെല്ലവും കൂടി മിക്സ് ചെയ്തത് അത് വെച്ച് കൊടുക്കുക. സൈസൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഏത് സൈസ്, എന്ത് സൈസ്, ഷേപ്പ് ഒക്കെ നമുക്ക് തീരുമാനിക്കാം. ഞാനെല്ലാം ഇന്ന് റൗണ്ട് ഷേപ്പാണ് ഉണ്ടാക്കണം കേട്ടോ. സോ എന്നിട്ട് അതിന് ഇതുപോലെ വെച്ച് എല്ലാം ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് അതും ആവിയിൽ വേവിക്കാൻ വെക്കുക കേട്ടോ. മൂന്നാമത്തത് നമ്മൾ അതേ മാവ് തന്നെയാണ് എടുക്കണം. അതിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂൺ നാളികേരം മാത്രമേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിനെ കുറച്ചുകൂടി വേണമെങ്കിൽ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ഒക്കെ ആഡ് ചെയ്യാം, നന്നായിരിക്കും. കടുകും കൂടി വേണമെങ്കിൽ വറുത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ ഉരുളയാക്കിയിട്ട് ഇതുപോലെ മാവ് പരത്തി അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ 1 സ്പൂൺ തേങ്ങ വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ ആക്കിയിട്ട് അതിനെയും കൂടി ആവിയിലേക്ക് വെക്കുക. ഞാനിന്ന് 3 കൂടി ഒന്നിച്ചിട്ടാണ് വേവിക്കണം. അതായത് ഗോതമ്പ്, അരിയുടെ പിന്നെ തേങ്ങ വെച്ചതും. ഓക്കെ, സോ അടിപൊളി ടേസ്റ്റുള്ള ഈ കൊഴുക്കട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ചില സ്ഥലത്ത് ഇതിനെ ഉള്ളടം വെച്ച കൊഴുക്കട്ട എന്നും പറയാറുണ്ട് കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.
ഹാപ്പി കുക്കിംഗ്. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.